കുറച്ച് കമന്റ്സ് വന്നിരുന്നു. ടയറിന്റെ വെയിറ്റ് വീഡിയോ ചേർക്കാമോ? അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു വീഡിയോ. ടയർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് കറക്റ്റായി മുറിച്ചെടുത്ത കുറച്ച് കാർഡ്ബോർഡ് സർക്കിൾ, പിന്നെ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ മേലെ കൂടി ഉണ്ടാവുന്ന ചെറിയൊരു കാർഡ്ബോർഡ് പീസ് ശ്രദ്ധിച്ച് പറിച്ചെടുത്തതാണ്. പിന്നെ അതൊരു കാർഡ്ബോർഡ് പീസാണ്. ഇനി ഈ ടയർ ഓരോന്നോരോന്നായി ഒട്ടിക്കുക. ഞാൻ 4 ടയേഴ്സാട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഒട്ടിക്കാൻ എടുക്കുന്നത്. എല്ലാ വെഹിക്കിൾസിനും ഞാൻ 4 ടയേഴ്സ് അല്ല യൂസ് ചെയ്യാറ്. ഓരോ വെഹിക്കിൾസിൻ്റെ വെയിറ്റും നീളം അനുസരിച്ചിട്ടാണ് ഞാൻ ടയറിൻ്റെ തിക്നെസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നത്. പിന്നെ ചില വെഹിക്കിൾസിന് ഞാൻ 6 ടയേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചിലതിന് 4, 5ഒക്കെയാണ്. പിന്നെ ഗ്ലൂ ഗൺ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കൈ എപ്പോഴും ചൂടാവും. ഓരോരോ വെഹിക്കിൾസ് ഉണ്ടാക്കുമ്പോൾ ഓരോരോ പൊള്ളല്. ഇപ്പം ഞാൻ ഈ 4 കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ കാർഡ്ബോർഡ് പീസ് ഈ ടയറിൻ്റെ മേലെ കൂടി റൗണ്ട് ഷേപ്പിലായി ഒട്ടിക്കുക. അത് ഉണ്ടാക്കുന്നത് ഞാൻ ഒന്നുകൂടി കാണിച്ചു കേട്ടോ. അത് ശ്രദ്ധിച്ച് അതിൻ്റെ മേലെ കൂടിയുള്ള കാർഡ്ബോർഡ് ചെറിയ പീസ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചെടുക്കണം. പിന്നെ അവിടെ കുറച്ച് ബബിളിൻ്റെ പോലെ കാണാറില്ലേ, ആ ബബിൾ അമരാതെ ശ്രദ്ധിച്ചെടുക്കണം. ആ ബബിൾ അമർന്നാൽ ഭംഗി ഉണ്ടാവില്ല. ആ ബബിള് ഞാൻ ടയർമേക്ക് വെക്കുന്നത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ടയറിൻ്റെ മേലെ കൂടി ഈ കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കുക. ടയർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് ഓക്കെയാണ്, മറ്റു സൈഡിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളയണം. അപ്പോൾ നമ്മൾ ടയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉരുട്ടി നോക്കിയാലോ, നല്ല പോലെ പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ടയർ. ഞാൻ സാധാരണ ടയർ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. വെഹിക്കിളിന്റെ അനുസരിച്ചിട്ട് ടയറിന്റെ വലിപ്പം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യും.